കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് 10/10/2025 വ്യാഴാഴ്ച കൂരാച്ചുണ്ട്, തോട്ടുമുക്കം, താമരശ്ശേരി, മരുതോങ്കര, കോടഞ്ചേരി, തിരുവാമ്പാടി എന്നിവിടങ്ങളിൽ ആവേശോജ്വല സ്വീകരണങ്ങൾ നടത്തി. അവകാശ സംരക്ഷണ യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ സമാപനം തിരുവാമ്പാടിയിൽ ആവേശോജ്വലമായി നടന്നു. ഈ പര്യടനത്തിൻ്റെ സമാപന പൊതുസമ്മേളനം തിരുവാമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് താമരശ്ശേരി രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവായിരുന്നു. കാർഷിക മേഖലകളിൽ അവകാശ പോരാട്ടം നടത്തിയ സമര പാരമ്പര്യം കത്തോലിക്ക കോൺഗ്രസിനുണ്ട്. വന്യമൃഗങ്ങളെ മാത്രമല്ല, ഇരുകാലിൽ ഉപദ്രവിക്കാൻ വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് കർഷകർക്കുള്ളത്. സംസ്ഥാന സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ആത്മാർത്ഥത ഉള്ളതാണോ എന്ന് സംശയമുണ്ടെന്നും പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, രൂപത ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസ സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ, മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് നാഗപ്പറമ്പിൽ, രൂപത സെക്രട്ടറി ഷാജി കണ്ടത്തിൽ, ബെന്നി ലൂക്കോസ്, ജോസഫ് പുലക്കുടി, പ്രിൻസ് തിനംപറമ്പിൽ, സജീവ് പുരയിടം, ടോമി ചക്കിട്ടമുറിയിൽ എന്നിവർ പ്രസംഗിച്ചു. രാജൻ ചമ്പകം, തോമസ് പുത്തമ്പുരയ്ക്കൽ, സണ്ണി പുതുപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വിവിധ സ്ഥലങ്ങളിൽ ഗ്ലോബൽ ഭാരവാഹികളായ രാജേഷ് ജോൺ, ബെന്നി ആന്റണി, ജോർജ് കോയിക്കൽ, ജെയ്മോൻ തോട്ടപ്പുറം, ജോണി വടക്കേക്കര എന്നിവർ പ്രസംഗിച്ചു. താമരശ്ശേരി രൂപതയിലെ മരുതോങ്കര, കൂരാച്ചുണ്ട്, താമരശ്ശേരി, കോടഞ്ചേരി, തോട്ടുമുക്കം, തിരുവാമ്പടി പ്രദേശങ്ങളിലും പര്യടനം നടത്തിയ അവകാശ സംരക്ഷണ യാത്ര നാളെ 17/10/2025 വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുന്നതാണ്. തിരുവാമ്പാടി ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച് തിരുവാമ്പാടി ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു റാലി നടത്തപ്പെട്ടത്. അതിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കത്തോലിക്ക കോൺഗ്രസ് ജന്മം കൊണ്ടിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. നിരവധി പോരാട്ടങ്ങൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എല്ലാ കാലത്തും അത് ഉണ്ടാകും. കാരണം നാം ഒരു ന്യൂനപക്ഷമാണ്. അത് ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അതൊരു പ്രഷർ ഗ്രൂപ്പായേ മതിയാകൂ എന്ന് സഭനച്ചൻ ഇവിടെ വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിച്ചു കഴിഞ്ഞു. ദീർഘമായിട്ടൊരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം.